ഞാൻ നമ്മുടെ ദേവൂട്ടിയും കൊണ്ട് ഇവിടെ കോഴിക്കോട് സാഗറിൽ ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. ദേവൂട്ടി ബിരിയാണി, ഞാനിവിടെ ഊണ്, ഇവിടുത്തെ ഊണിനുള്ള കറികൾ കാണിച്ചിട്ട് സാമ്പാർ, കാരറ്റ് തോരൻ, അച്ചാർ, പാവയ്ക്ക ഉണക്കൽ, പച്ചടി, പിന്നെ നമ്മളെ തീയൽ, പിന്നെ വേറൊരു തോരൻ, ചമ്മന്തി, പുളിയിഞ്ചി, മുളക് കറിൻ്റെ ഇത് മീൻകറി ഉണ്ടോ, മീൻകറി, തൈര്, അവിയൽ, ഇത്രയും സാധനങ്ങളുണ്ട് ഇവിടുത്തെ ചോറിന്. ബിരിയാണി എങ്ങനെയുണ്ട് ദേവോ? സൂപ്പറാണോ? പിന്നെ നമ്മളെ കോഴിക്കോട് ബിരിയാണി, കോഴിക്കോട് ചോറ്, കറികളെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇവിടെ കോഴിക്കോടുള്ള ആളുകൾക്ക് അറിയാം, അത്രയും നല്ല ഫുഡുകൾ കിട്ടും. പക്ഷെ എനിക്ക് ഊണ് വരെ കിട്ടിയിട്ടില്ല. ഞാൻ പ്ലേറ്റും കൊണ്ട് ഇവിടെ ഇരിക്കുക. ഇപ്പോൾ കൊണ്ടുവരും ഊണ്. മതി. അപ്പം ഞാൻ കഴിച്ചിട്ട് പറയാം കേട്ടോ. ഞങ്ങളിവിടെ ബീച്ചിൽ വന്ന്, എൻ്റെ പൊന്നോ എന്നാ വെയിലാന്നറിയോ. വാ വാ, എന്തുകൊണ്ടോ അവരൊക്കെ കയറി ചാടുന്നു. നല്ല വെയില. മുന്നോട്ട് നടക്കടോ. കണ്ണാടി വെച്ചാന്ന് പറഞ്ഞപ്പോ നാണക്കേടാന്ന്. ഞാൻ പറഞ്ഞ വെക്കാൻ പറഞ്ഞ അവള് വെക്കുന്നുണ്ട്. വെക്കടോ. കടലിലോട്ട് നമ്മൾ ഇറങ്ങൂല, നമുക്ക് പേടിയാന്ന്. ആണോ? നീ മുന്നോട്ട് നടക്കുന്നുണ്ടോ? ഞണ്ടോ? ഞണ്ട് പോയി നോക്കേണ്ടി വരും. ഇതാ പട്ടം കണ്ടത് ദേവ് പറയാ വവ്വാല. പരുന്തോ? ആ, അയ്യോ വോട്ട് പോകണ്ടോ. ഒന്ന് മോളെ, ഇന്നലെ കണ്ടില്ലേ പയ്യോളി കടപ്പുറത്ത് കുളിക്കാൻ ഇറങ്ങിയ 5 പേരിൽ 4 പേര് മരിച്ചുപോയി, തര കൊണ്ടുപോയി. ആ, കോഴിക്കോടിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇവിടെ വന്നാൽ എന്ത് സാധനവും ഉപ്പിലിട്ട് കിട്ടും. അത് മുളക് തേച്ച് തരും. പൈനാപ്പിള്, ഇത് പേരയ്ക്ക, മാങ്ങ, നെല്ലിക്ക, അതൊക്കെ ഇതെന്നായിരുന്നു, ചൗ മാങ്ങ. ചൗച്ചോ വെച്ചിട്ട് മാങ്ങ ഉണ്ടാക്കാൻ പറ്റില്ലെന്നോ? അച്ചാറ് അങ്ങോട്ട്. പിന്നെന്താ അറിയോ, ഇതെന്തായിരുന്നു, അമ്പയങ്ങ, കാരറ്റ്, മാങ്ങ, പേരയ്ക്ക, നെല്ലിക്ക, ഇത്രയും സാധനങ്ങൾ. ഒരു ചരണ്ടീസ് തരാമോ? മധുരം. ആ, എന്താണ് ഇവിടെ കോഴിക്കോട് കിട്ടുന്ന ചരണ്ടീസ് എന്ന് പറഞ്ഞ സാധനം. ഈ മധുര എരിവും കൂടെ മിക്സ് ചെയ്യോ? പിടി കുടിച്ചു നോക്കാതെ.
ഞാൻ കുടിച്ചു നോക്കിയാ കുടിച്ചു നോക്കി ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ ആട്ടോ. പിടിക്കരോ കുഞ്ഞു മക്കളൊക്കെ അവിടുന്ന് കുളിക്കുന്ന. കഴിക്ക്. കോഴിക്കോട് വരുന്നവരൊക്കെ, ഇതറിയാത്ത ആൾക്കാർ വരുന്ന ആൾക്കാരൊക്കെ ചണ്ടീസ് കഴിക്കണേ. ദൈവ വലിയ കാര്യത്തില് സലാഡ് വെള്ളരി എടുത്തോണ്ട് വന്നിട്ട് മുളകൊക്കെ തേക്കുന്നുണ്ട്. ഉമ്മ അന്നങ്ങോട്ട് ഉമ്മ മാറിക്ക്. അറിയില്ല എങ്ങനെയുണ്ടെന്നാണ്. കഴിച്ചാൽ മതി. സലാഡ് വെള്ളരി കുഞ്ഞു കുട്ടികളെ കിടക്കുന്ന വെള്ളത്തില് എങ്ങനെയുണ്ട്? കൊള്ളാവോ? ടേസ്റ്റ് കൊണ്ടൊന്നും പറയാൻ കുടിക്കാൻ കുടിക്കുക. ദൈവന് കൊടുക്കല്ലേ, പാവല്ലെന്നാ. പിടിച്ചോ. ഇതെന്താ സംഭവം അറിയോ? നമ്മളെ കുഞ്ഞു ഓറഞ്ചില്ലേ, ആ ഓറഞ്ച് പിഴിഞ്ഞിട്ട് അതിൽ സർബത്തും കൂടെ ഒഴിച്ചിട്ട് ഐസും കൂടെ ചിരണ്ടി ഇട്ടിട്ട് ഉണ്ടോ, എന്നിട്ട് അങ്ങ് കുടിക്കുക. ഉണ്ട് ദൈവം, കുഞ്ഞുങ്ങളൊക്കെ നോക്കിക്കേ. ഇത് കുറേ പറയണം പട്ടം വേണം, പട്ടം വേണമെന്നേ. ഇത് എത്ര രൂപയാ? ആ വലുത് എത്ര? 70. ബീച്ചിലൊക്കെ ചാരിറ്റി എന്നും പറഞ്ഞിട്ട് അങ്ങ് വന്ന് പൈസ പിരിക്കുന്നുണ്ട്. ഒരു ചേട്ടൻ എൻ്റെ കയ്യിൽ നിന്ന് പാളയത്താണ് ചാരിറ്റി ആണെന്ന് പറഞ്ഞിട്ട് 50 രൂപ മേടിച്ചിട്ടുണ്ട്. ഇപ്പം അവിടെ നിന്നൊരു ഉമ്മയോട് ചോദിച്ചപ്പോൾ ഉമ്മ കൊടുത്തില്ല, അവർ പോയി. എന്താവുന്നൊന്നും അറിയില്ല. പറക്കൂ, ഇങ്ങനെയാ പറക്കുന്നത്. പഠിച്ചോനെ, വിട്ടോ ഒന്ന് എണീക്കോ? അങ്ങനെ ദൈവന്റെ പട്ടതോ പറക്കുന്ന. ഇത് വിട്ടുപോരുത് കേട്ടോ, എന്നിട്ട് ഇരുന്ന് കരയരുത്. ആ താത്തുന്നെന്തിനാ ഈ
ഏ വിട്ടോ വിട്ടോ പൊക്കോട്ടെ. ഇല്ല ഇല്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് പോ. ആ തരാം ഞാൻ പോകുന്നില്ല. പൈസ ഒന്നുമില്ല കേട്ടോ. ഇങ്ങോട്ട് പോ. ഇതോട് നമ്മുടെ ദൈവന്റെ പട്ടം. ദൈവന് ഭയങ്കര ആഗ്രഹമാണ് ഈ പട്ടം മേടിക്കണം. ആ പ്ലെയിൻ പോട്ടെ. ദൈവന്റെ പട്ടതോ ഇറക്കോ നമുക്ക് പോവാം. ഇത് ചുരുട്ടിട്ട് വേണം ഇറക്ക്. അത് വിട്ടത് ഇവിടെ ഇങ്ങനെ ചുരുട്ടണം. എന്നത് പിടിച്ചേ. അയ്യോ പഠിച്ചോനെ അയ്യോ. ഞങ്ങളെ വട്ടം കൊണ്ടേ കുടുങ്ങി. വട്ടെല്ലാം കൂടെ അതിന് പോയി കുടുങ്ങി. എല്ലാം കൂടെ എടുത്തതുകൊണ്ട് പോവുക.